യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ് ഈ രാത്രിയിലെ വിചിന്തനത്തിന് ആധാരമായി നാം വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 13, 14, 15, 16, 17 അധ്യായങ്ങൾ തുടർമാനമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴ സമയത്ത് ആചരിക്കാനായിട്ട് വിരിച്ചൊരുക്കിയ ഒരു മുറിക്കകത്ത് കയറി അവരുമായി അത്താഴം കഴിക്കുന്ന രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവിടെ യേശു തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരിവെച്ച് ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് നാം കാണുക. 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പ്രത്യാശയുടെ വാഗ്ദാനങ്ങൾ കൈമാറുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു കൊള്ളും. സന്തോഷത്തോടെ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങൾ തന്നോട് ചേർന്ന് വസിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗം ഇങ്ങനെയാണ് പറഞ്ഞു തുടരുന്നത്. എന്നിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി നിങ്ങൾക്ക് തൻ്റെ ശിഷ്യന്മാർ തന്നിൽ വസിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ യേശു കർത്താവ് അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. 16-ാം അധ്യായത്തിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള വാഗ്ദാനം കൈമാറുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുടെ അധ്യായമാണ് 17-ാമത്തെ അധ്യായം. ആ പ്രാർത്ഥനയെ വേദപഠിതാക്കൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നാണ്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ പ്രാർത്ഥനയെ വേദപഠിതാക്കൾ പറയുന്നത് യേശു കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നാണ്. ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയെ നമുക്ക് 3ആയി തരം തിരിച്ച് പഠിക്കാം. 1, യേശുവിനായി പ്രാർത്ഥിക്കുന്നു. 2, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. 3, യേശു കർത്താവ് നമുക്കായി പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും? ഒന്നുകൂടെ ഞാൻ പറയുന്നു. 1, യേശു കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3, യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ അത് കേൾക്കുന്ന മാന്യ ശ്രോതാക്കളുടെ മുഖം അല്പം വാടാൻ സാധ്യതയുണ്ട്, നെറ്റി ചുളിയാൻ സാധ്യതയുണ്ട്. ഇന്നേക്ക് 2018 കൊല്ലങ്ങൾക്ക് പിറകിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വിരിച്ചൊരുക്കിയ ഒരു മുറിക്കകത്ത് ശിഷ്യന്മാരുമായി ആ അന്ത്യത്താഴ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എനിക്ക് വേണ്ടിയും കൂടെ ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ മാനസികമായി അതിനോട് പൊരുത്തപ്പെടാൻ പ്രയാസമുള്ള ചിലരെങ്കിലും കണ്ടേക്കാം. എന്നാൽ അങ്ങനെയുള്ളവരുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ
പരിശുദ്ധ പിതാവിനോട് പറയുന്നു, പിതാവേ, ഇവർക്കു വേണ്ടി മാത്രമല്ല, ഇവരിലൂടെ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരിലൂടെ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ സുവിശേഷത്താൽ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം പറയാ. പോരാ, ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ ഒന്ന് സ്തോത്രം പറയാമോ? സുവിശേഷത്താൽ എക്കാലവും തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഈ സന്ദേശം കേൾക്കുന്ന ഞാനും നിങ്ങളും ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരുന്നു എന്നോർക്കുമ്പോൾ അതരം തുറന്ന ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കൾ ഞങ്ങൾ 4 പേരാണ്. ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മകൻ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായി. എൻ്റെ അമ്മ ഗർഭം അറിഞ്ഞപ്പോ തൊട്ട് ആണാണോ എന്ന് അറിഞ്ഞുകൂടാ, പെണ്ണാണോ എന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മുഖം കണ്ടിട്ടില്ല, മോനാണോ എന്നറിഞ്ഞുകൂടാ, മോളാണോ എന്നറിഞ്ഞുകൂടാ. എന്നാൽ അമ്മയുടെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ, ആണാണേലും കുഴപ്പമില്ല, പെണ്ണാണേലും കുഴപ്പമില്ല, ഒരു കേടും കൂടാതെ തരണേ. അതായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന? കർത്താവേ, ആണാണേലും കുഴപ്പമില്ല, പെണ്ണാണേലും കുഴപ്പമില്ല, കുഞ്ഞിനും അമ്മയ്ക്കും ഒരു ദോഷവും വരാതെ രണ്ടുപേരെയും രണ്ടാക്കി സുരക്ഷിതമാക്കി തരണമേ. അതായിരിക്കാം എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന. എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും പ്രാർത്ഥന അതായിരിക്കാം. ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ് ശേഷം എനിക്ക് വേണ്ടി എൻ്റെ മുഖം കണ്ട് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വല്യപ്പനും വല്യമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് 3 സഹോദരങ്ങൾ ഉണ്ടായ ശേഷമാണ് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കൾ ഉണ്ടായ ശേഷമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എന്നാൽ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, കൂട്ടുവിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ലോകത്തിൽ മറ്റാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ഇന്നേക്ക് 2018 വർഷങ്ങൾക്ക് പിറകിൽ പാലസ്തീന്റെ പച്ച മണ്ണിൽ കാൽപാദങ്ങൾ ഊന്നി നിന്ന് എന്നെ പരിശുദ്ധ പിതാവിന്റെ തൃക്കരങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച ഉത്തരവാദിത്വമുള്ള ഒരു രക്ഷിതാവ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന കർത്താവെങ്കിൽ ഇന്ന് രാത്രി എന്തിനു നിരാശ? അതരം തുറന്നു ദൈവമക്കൾ കരമുയർത്തി പിടിച്ച് ആവേശത്തോടെ വിളിച്ചു പറ, മറ്റാരേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ കുറിച്ച് കനത്ത ഉത്തരവാദിത്വമുള്ള ഒരു കർത്താവിനെയാണ് ഈ രാത്രി ഞാൻ ആരാധിക്കുക. എത്ര പേർക്ക് അതരം തുറന്ന് നിരാശ മറന്ന് മതി മറന്നു ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന ഒരിക്കൽ നിൽക്കും, എൻ്റെ മക്കളുടെ പ്രാർത്ഥന ഒരിക്കൽ നിൽക്കും, എനിക്ക് വേണ്ടിയുള്ള എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന നിൽക്കും, എനിക്ക് വേണ്ടിയുള്ള എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഒരിക്കൽ നിൽക്കും, എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥന നിൽക്കും, എൻ്റെ പാസ്റ്ററുടെ പ്രാർത്ഥന നിൽക്കും, കൂട്ടുവിശ്വാസികളുടെ പ്രാർത്ഥന നിൽക്കും. കാരണം
ബന്ധുക്കളും മിത്രങ്ങളും യാത്ര ചെയ്യും ശ്മശാനത്തിൽ. നാം ജീവനോടുണ്ടെങ്കിലേ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അവര് ജീവനോടുണ്ടെങ്കിലേ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, 2018 വർഷങ്ങൾക്ക് പിറകിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചവൻ മാത്രമല്ല, ഇന്നു രാത്രിയും നമുക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. എന്നെ ചേർക്കാൻ അവൻ വരുന്നിടം വരെ അല്ല, ഞാൻ അവന്റെ അടുക്കൽ ചെല്ലുന്നിടം വരെ 24 മണിക്കൂറും 365 ദിവസവും ഇടതടവില്ലാതെ എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെ പ്രസംഗിക്കാൻ, ആ യേശുവിനെ ആരാധിക്കാൻ എനിക്ക് കൃപ തന്ന എന്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ ആവേശമുള്ള എത്ര ദൈവമക്കൾ, എത്ര ദൈവദാസന്മാർ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ആവേശത്തോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് കൊണ്ടല്ല, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ 24 മണിക്കൂറും 365 ദിവസവും ഞാൻ അവന്റെ അടുക്കൽ ചെല്ലുന്നിടം വരെ എനിക്ക് വേണ്ടി എൻ്റെ രക്ഷിതാവ് അത്യുന്നത ദൈവിക സന്നിധിയിൽ ഇന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അതരം തുറന്ന ആവേശത്തോടെ എത്ര ദൈവമക്കൾ വിളിച്ചു പറയും, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇന്നു രാത്രിയും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല കർത്താവ് ഉള്ളതുകൊണ്ട് ഈ കസേരയിലിരുന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ ഇടവന്നതെന്നോർത്ത് മഴയാണെന്നുള്ളത് വിഷയമല്ല. അതരം തുറന്ന ആവേശത്തോടെ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. അവിടെ ഉത്തരം നേടാൻ നിന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. എന്നാൽ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് കൊണ്ട് ഞാൻ അല്പം ജമ്പ് ചെയ്തങ്ങ് പോവുകയാണ്. അപ്പൊ യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന വിശദീകരിക്കുന്നില്ല. അവിടുത്തെ പദം നിങ്ങൾ കണ്ടോ? ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർക്ക് വേണ്ടി മാത്രമല്ലെന്ന് പറയുമ്പോൾ യേശു കർത്താവ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാര് കൂടെയുണ്ട്. അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഇടയ്ക്കാ പറയുക, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരിലൂടെ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ? നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായി പ്രാധാന്യം കൊടുത്തത് ഒരു പ്രത്യേക വിഷയത്തിനാണ്. യേശുവിന്റെ പ്രാർത്ഥനയുടെ പ്രഥമ പരിഗണന കൊടുത്തത് നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ്. ആ ഭാഗമൊന്ന് വായിച്ചിട്ട് ഞാൻ വിശദീകരിക്കാം. 17-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാക്കണം എന്ന പരിശുദ്ധ പിതാവിനോട് യേശു പറയുന്നു, പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. അല്പം കൂടെ വ്യക്തമാക്കാം. അതിനു മുമ്പ് 12-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു.
ഞാൻ അവരെ സൂക്ഷിച്ചു. ശ്രദ്ധിക്കുക, കരം ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ എന്ന് പറയാമോ? ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് യേശു കിദ്രോൻ തോട് കടന്ന് ഗെത്സമനാ തോട്ടത്തിലേക്ക് പോയി. അവിടെ മുതൽ തന്റെ മഹത്തായ ദൗത്യ നിർവഹണത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ക്രൂശീകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് തന്റെ വാത്സല്യ ശിഷ്യന്മാരെ തന്നോട് ചേർത്ത് നിർത്തി യേശു പ്രാർത്ഥിക്കുകയാണ്. 3.5 കൊല്ലം തന്റെ കൂടെ സന്തത സഹചാരികളായി ഊണിലും ഉറക്കത്തിലും നടന്ന ആ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി യേശു ഇത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കറിഞ്ഞുകൂടാ യേശു ക്രൂശും മരണത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണെന്ന് അതറിയാൻ കഴിയാത്ത ശിഷ്യന്മാർ താൻ ഹല്ലേലൂയ താൻ എവിടേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് എന്നറിയാവുന്ന, തന്റെ ദൗത്യ നിർവഹണത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നറിയാവുന്ന കർത്താവ് ശിഷ്യന്മാർക്ക് അത് അറിഞ്ഞുകൂടാ. അവരുടെ മനസ്സിന്റെ ആ വിഷമങ്ങൾ അവർക്ക് മനസ്സിന് വിഷമമുണ്ടാകാതിരിക്കാൻ യേശു കർത്താവ് അത് മറച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ മറച്ചു വെച്ചിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഞാൻ ഇവരിൽ നിന്ന് അല്പസമയത്തേക്ക് വേർപെടാൻ പോകുകയാണ്. എന്നാൽ ായി പരിശുദ്ധ പിതാവിനോട് യേശു പറയുന്നു, അങ്ങനെക്ക് തന്ന നാമത്തിൽ ഞാൻ ഇവരെ കാത്തുകൊണ്ടിരുന്നു. എത്ര പേർക്ക് ആധാരം തുറന്നു സ്തോത്രം പറയാൻ പറ്റും? ഞാൻ ഇവരെ സൂക്ഷിച്ചു. പോരാ, കരമുയർത്തി, ആവേശത്തോടെ കരമുയർത്തി ഈ രാത്രി സ്തോത്രം പറയാ. ഒന്നുകൊണ്ട് ഞാൻ പറയുന്നു, എത്ര ചാരിതാർത്ഥ്യത്തോടെ യേശു പറയുക, പിതാവേ, ഞാൻ ഇവരെ അങ്ങനെക്ക് തന്ന നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ ഇവരെ സൂക്ഷിച്ചു, ഞാൻ ഇവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ ഇവരെ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ 2-3 ചിന്തകൾ അതിനുപോൽബലകമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരികയാണ്. വളരെ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. നിങ്ങൾ കണ്ടോ, ഗദരദേശത്തേക്ക് ഒരു പടക് പോകുകയാണ്. കാറ്റു വീശിയടിക്കുന്നു, തിര തള്ളി കയറിക്കൊണ്ടിരിക്കുന്നു, പടക് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ശിഷ്യന്മാരിൽ മഹാഭൂരിപക്ഷവും മുക്കുവ പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്നവരാണ്. ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ പടകുകളൊക്കെ നിയന്ത്രിച്ച പരിചയം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ വിചാരിച്ചു, യേശു സുഖമായി കിടന്നുറങ്ങട്ടെ, ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. പക്ഷേ അവരുടെ ഇന്നലെയുടെ പരിചയങ്ങൾക്കോ പരിശ്രമങ്ങൾക്കോ പരിഹരിക്കാൻ കഴിയാത്ത നിലയിൽ പ്രശ്നം അതിരൂക്ഷമായി മാറുകയാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു അമരത്ത് തലയണ വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു. അവർ യേശുവിന്റെ പുറത്തു വന്ന് തട്ടിയിട്ട് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? ഒന്നുകൂടെ പറയാം, അവരുടെ ചോദ്യം ഇതാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? അങ്ങനെ ചോദിക്കാൻ എന്താ കാരണം? കാറ്റിതുപോലെ അടിച്ചിട്ടും കടൽ ഇതുപോലെ ഇളകി മറിഞ്ഞിട്ടും തിര തള്ളി കയറിയിട്ടും എന്തേ യേശു പ്രതികരിച്ചില്ല? എന്തേ യേശു ഇടപെട്ടില്ല? ഇങ്ങനെ നിരുത്തരവാദിത്തപരമായി കിടന്നുറങ്ങണമെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങളെ കുറിച്ച് വിചാരമില്ലെന്നല്ലേ? യേശു അതിന് പറയേണ്ട മറുപടി എന്താ? മക്കളെ, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഒരല്പം നേരത്തെ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? അല്പം നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കില്ലായിരുന്നു. എന്തിനാ താമസിച്ചതെന്നല്ലേ യേശു അവിടെ ന്യായയുക്തമായി സാഹചര്യം അനുസരിച്ച് ചോദിക്കേണ്ടത്. എന്നാൽ യേശു തിരിച്ചവരോട് ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അത് സന്ദർഭത്തിന് പറ്റിയ മറുപടിയാണോ? അവരുടെ ഭാഗത്തല്ലേ ന്യായം? യേശു പറയുന്നതിൻ്റെ അകത്ത് വല്ല ന്യായവുമുണ്ടോ? അവർ ചോദിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? എന്നാൽ യേശു പറയുന്ന മറുപടി, നിങ്ങളിങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? എന്താ അതിന്റെ കാരണമെന്നറിയാമോ? തിരുവെഴുത്തിങ്ങനെ പറയുന്നു, അവൻ പടകിന്റെ
മരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. എന്തിനാ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു പടകിന്റെ പ്രധാന ഭാഗം, ഒരു കപ്പലിന്റെ പ്രധാന ഭാഗം ആ മരമാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, കപ്പൽ എത്ര വലുതാണെങ്കിലും കൊടുങ്കാറ്റ് കൊണ്ടോടുന്നതാണെങ്കിലും അമരക്കാരൻ ചെറിയ ചുക്കം കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. 276 പേരുമായി റോമിലേക്ക് പൗലോസും മറ്റും പോയ കപ്പൽ, ആ കപ്പലിനെ കുറിച്ച് വായിക്കുന്നു, ഇരുകടൽ കൂടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ തിരയുടെ കേമത്താൽ ആ മരം തകർന്നു, അണിയം ഉറച്ചു. തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പൽ ഉടഞ്ഞു. അപ്പൊ അമരം തകർന്നാൽ പടകിനു നിലനിൽപ്പില്ല. കപ്പൽ എത്ര വലുതാണെങ്കിലും അതിനും നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ യേശു എന്താ ചോദിക്കുന്നേ? നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്നറിയാമോ? ഈ കടൽ ഇളകിയത് നിങ്ങൾക്ക് അവിചാരിതമാ, ഈ തിര തള്ളിക്കയറിയത് നിങ്ങൾക്ക് ആകസ്മികമാ. എന്നാൽ ഈ തിര ഇളകുമെന്ന് എനിക്കറിയാം, ഈ കടൽ ഇളകുമെന്ന് എനിക്കറിയാം, വെള്ളം ഇതിനകത്ത് കയറുമെന്ന് എനിക്കറിയാം, കൊടുങ്കാറ്റടുക്കുമെന്ന് എനിക്കറിയാം. ഇത് ലക്ഷ്യസ്ഥാനത്തെത്താതിരിക്കാൻ ഇതിനെതിരെ ഉഗ്ര പോരാട്ടം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ കടൽ എത്ര ഇളകിയാലും കാറ്റെത്ര വീശി അടിച്ചാലും ലക്ഷ്യസ്ഥാനത്തെത്താതിരിക്കാൻ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും എന്റെ തലയാണ് ഇതിന്റെ ആ മരത്തുള്ളതെങ്കിൽ ഇതിനെ ഒരു കാറ്റിനും ഒരു തിരക്കും തകർക്കാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ആധാരം തുറന്ന് ആവേശത്തോടെ ദൈവമക്കൾ വിളിച്ചു പറ, നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി ഇന്ന് രാത്രി ചലിക്കുന്ന അന്ധകാര ശക്തികൾ എത്ര പ്രബലമെങ്കിലും അവന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ, അവന്റെ തടസ്സങ്ങളുടെ നടുവിൽ, അവന്റെ വാദഗതികളുടെ നടുവിൽ നിന്നെ ജയകരമായി നടത്താൻ അധികാരമുള്ളൊരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു എന്നോർത്ത് ആധാരം തുറന്ന ആവേശത്തോടെ സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. യേശു കർത്താവ് പറയുകയാണ്, പിതാവേ ഞാൻ ഇവരെ സൂക്ഷിച്ചു. ഞാൻ ഇവരെ സൂക്ഷിച്ചെന്ന് പറയുമ്പോ യേശുവിന്റെ മനസ്സിലേക്ക് ഈ യാത്ര വന്നിട്ടില്ലേ? നടുക്കടലിൽ ഒടുങ്ങത്തക്ക നിലയിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോ ആ പ്രതിസന്ധികളുടെ നടുവിൽ ഇവരൊരു ദുരന്ത കഥാപാത്രങ്ങളാകാതെ ഞാൻ ഇവരെ സൂക്ഷിച്ചു. അതരം തുറന്ന കരമുയർത്തി പിടിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, എന്റെ കർത്താവിന്റെ കരുതലാണ് ഈ കസാരയിൽ ഇരിക്കാൻ ഇന്നു രാത്രി എനിക്ക് അവസരം ലഭ്യമായത്. മറ്റൊരു സംഭവം കൂടെ പറഞ്ഞ മുൻപോട്ട് പോകുക. ഒരിക്കൽ യേശു കർത്താവ് പത്രോസിനോടും മറ്റുമായി ഇങ്ങനെ പറഞ്ഞു, ശീമോനെ ശീമോനെ, നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചോ? ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അതരം തുടർന്ന് ആവേശത്തോടെ എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പം കൂടെ നിന്ന്, ഇതുവരെ അല്പം സ്പീഡ് കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്, കാരണം കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ നിമിത്തം. ഇനി ഒരു അല്പം ശാന്തമായി പറയാൻ പോകുക. ശീമോനെ ശീമോനെ, നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. അഭിഷക്തന്മാരോട് ഞാൻ പറയാം, ദൈവമക്കളോട് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ വരെ ചെല്ലാൻ ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു കാലഘട്ടം വരെ അനുവാദമുള്ളവനാണ് സാത്താൻ. എന്നാൽ സാത്താന് സ്വർഗത്തിൽ അധികാരമൊന്നുമില്ല. ദൈവം അനുവദിക്കപ്പെട്ട ഒരു കാലഘട്ടം വരെ സ്വർഗം വരെ ചെല്ലാൻ അവൻ അനുവാദമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലുമൊക്കെ അതിന്റെ തെളിവ് നമുക്ക് കാണാം. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സ്വർഗത്തിൽ ചെല്ലാൻ അവൻ അനുവാദമുണ്ട്, എന്നാൽ അവിടെ അവൻ അധികാരമൊന്നുമില്ല. എന്നാൽ അവന് അധികാരമുള്ളൊരു സ്ഥലമുണ്ട്. അത് ഈ ഭൂമിയാണ്, അത് ഈ ആകാശമാണ്. ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു എന്നൊക്കെ പിശാചിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. യേശു കർത്താവിനോട് സാത്താൻ പറയുകയാണ്, ഇത് മുഴുവൻ എനിക്ക്
വന്നിരിക്കുകയാണ്, എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഞാൻ അതെല്ലാം നിനക്ക് തന്നേക്കാം. അപ്പൊ ഇന്ന് ഇവന് ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു കാലഘട്ടം വരെ അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, പ്രൈസ് ലോർഡ്, പ്രൈസ് ഗോഡ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ആവേശത്തോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സ്വർഗത്തിൽ അവന് ചെല്ലാൻ അനുവാദമുണ്ട്, എന്നാൽ അധികാരം അവിടെ അവനില്ല. എന്നാൽ ഈ ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള അനുവാദം മാത്രമല്ല, അധികാരവും അവനുണ്ട്. എന്നാൽ അവന്റെ അധികാരം കൊടികുത്തി വാഴുന്ന ഈ ഭൂമിയിൽ എന്റെ തമ്പുരാന്റെ അനുവാദമില്ലാതെ അവൻ എത്തി നോക്കാൻ കഴിയാത്ത ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഇന്ന് രാത്രി യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ദൈവത്തിന്റെ മക്കളെന്ന് കേൾക്കുമ്പോൾ അതരം തുറന്ന ആവേശത്തോടെ എന്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചിറ്റാറിന്റെ മണ്ണിൽ ഇന്ന് രാത്രി ചിറ്റാർ ക്രൂസേഡിന്റെ പ്രഥമ രാത്രി അതരത്തിൽ അഭിഷേകമുള്ള, ഹൃദയത്തിനകത്ത് അധികാരമുള്ള അഭിഷക്തന്മാർ ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറ, അന്ധകാര ദുഷ്ടപിശാചി, നീ എത്ര ഉഗ്രമായി കുടിയിരിക്കുന്ന, നിന്റെ തേർവാഴ്ച നടത്തുന്ന, നിന്റെ അധികാര മണ്ഡലമുള്ള സ്ഥലമാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ദൈവത്തിന്റെ പൈതലിനെ എന്റെ തമ്പുരാന്റെ അനുവാദമില്ലാതെ നിനക്ക് എത്തി നോക്കാൻ പോലും കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി അധികാരത്തോടും ആവേശത്തോടും വിളിച്ചു പറയാൻ കൃപ ലഭിച്ച എത്ര അഭിഷേകന്മാർ, കൃപ ലഭിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരെ കരമടിച്ച് ഒരു മിനിറ്റ് ശക്തിയോടെ ഈ രാത്രി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നിനക്കെതിരെ വീറോടെ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക അധികാരങ്ങൾ എത്ര പ്രബലമെങ്കിലും പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവമക്കൾ അധികാരത്തോടെ വിളിച്ചു പറ, എന്റെ തമ്പുരാൻ അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ ഒരു കേടും എനിക്ക് ചെയ്യാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നെന്ന് പറയാൻ അതരത്തിൽ അഭിഷേകമുള്ള എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ആവേശത്തോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അവിടെ പ്രത്യേക ഒരു ദൂത് ദൈവാത്മാവന്റെ മനസ്സിലേക്ക് തരുന്നുണ്ട്. ആ ദൂത് ഇതാണ്: ശീമോനെ, ശീമോനെ, നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. അനുവാദം ചോദിച്ചെന്ന് പറയുമ്പോൾ അപ്പോൾ നടക്കുന്ന കാര്യമല്ലത്. സാത്താൻ അനുവാദം ചോദിച്ചത് ചില ദിവസങ്ങൾക്കോ നാളുകൾക്കോ മുമ്പ്. അപ്പോൾ നടന്ന കാര്യമല്ല. അനുവാദം ചോദിച്ച സമയത്ത് ഇപ്പൊ അവൻ അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നൊന്നും യേശു പറഞ്ഞില്ല. ഇന്നലകളിൽ എപ്പോഴോ നടന്ന സംഭവമാ. പക്ഷെ ഇപ്പോഴാ യേശു പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? നിന്നെ തകർക്കാൻ സാത്താൻ ആയുധവുമായി, അതിന്റെ തന്ത്രങ്ങളുമായി നിനക്കെതിരെ കരുതിക്കൂട്ടി വന്നതാ. എന്നാൽ നീ പോലും അറിയാതെ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അനുവാദം ചോദിച്ചത് നീ അറിഞ്ഞില്ല. അവന്റെ അധികാരത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ കാത്ത ദൈവകൃപയും നീ അറിഞ്ഞില്ല.
അറിഞ്ഞില്ല. ഇന്ന് രാത്രി കസാരയിൽ ഇരുന്ന് ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയണം കേട്ടോ. നീ പോലും അറിയാതെ നിന്റെ തകർച്ചയ്ക്കുള്ള കുഴി എത്ര പ്രാവശ്യം ദുഷ്ടൻ വെട്ടിയതാണെന്നറിയാമോ? പക്ഷെ നീ പോലും അറിയാതെ ആ കുഴിക്കകത്ത് നിവധിക്കാതെ ഭയങ്കരവും അതിശയകരവുമായി നിന്നെ വിടുവിച്ച ഒരു ദൈവകൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള എത്ര അഭിഷക്തന്മാർ, ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒത്തിരി നേരം നിന്നാ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പക്ഷെ അത് നിങ്ങളോട് കാണിക്കുന്ന അനീതിയായിരിക്കും എന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ യേശു കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ പ്രഥമ പരിഗണന കൊടുത്തത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു, നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ആ ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ്. മൂന്നാമത്തെ ചിന്ത, യേശു യേശുവിനായി പ്രാർത്ഥിക്കുന്നു. എന്താ യേശുവിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്? യേശു കർത്താവിന്റെ പ്രാർത്ഥന ഇതാ: പിതാവേ, ലോകസ്ഥാപനത്തിനു മുമ്പ് എനിക്ക് അങ്ങയുടെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലെ എന്നെ കൈക്കൊള്ളണമേ. എത്ര പേർക്ക് ആദരം തുറന്ന ആവേശത്തോടെ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പറ്റും? അതിന്റെ രത്നച്ചുരുക്കം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ നിർത്താം. ഇന്നേക്ക് 2018 വർഷങ്ങൾക്ക് പിറകിൽ നമ്മെ തേടി നമ്മുടെ കർത്താവ് ഈ മണ്ണിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, തന്റെ ദൈവത്വമല്ല, പ്രത്യുത തന്റെ ദൈവത്വത്തിന്റെ മഹത്വമാണ് വേണ്ടാന്ന് വെച്ച് ഈ മണ്ണിലേക്ക് വന്നത്. എന്തുകൊണ്ട് യേശു ക്രിസ്തു തന്റെ ദൈവത്വമല്ല, ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് ഈ മണ്ണിലേക്ക് വന്നു? അതിന്റെ സാരാംശം അറിയണമെങ്കിൽ നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വരണം. വിശദീകരണത്തിന് ഞാൻ മുതിരുന്നില്ല. ഹവ്വായുടെ അടുക്കൽ വന്ന് തന്ത്രപരമായി നയപരമായി ഉപായിയായ പിശാച് ചോദിക്കുന്നു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് വാസ്തവമായി ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അതിന് ഹവ്വാ പറയുന്ന മറുപടി ഇല്ലില്ല. എല്ലാ വൃക്ഷത്തിന്റെയും ഫലമൊന്നും തിന്നരുതെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ും മാത്രല്ല തൊടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. തിന്നരുതെന്നും മാത്രല്ല തൊടരുതെന്നും കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നാം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം, ദൈവം അങ്ങനെ പറഞ്ഞില്ല, ഹവ്വ മെനഞ്ഞുകെട്ടി കരുതിക്കൂട്ടി ഒരു പോഷ്ക് പറഞ്ഞു. ആ പോഷ്ക് എന്ന വിടവിലൂടെ സാത്താൻ കയറിയെന്നാണ് നാം കൊടുക്കുന്ന നിർവചനം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. എന്നാൽ അതിന്റെ മറുസൈഡ് പറയുകയാണ്, ആ വൃക്ഷഫലം തിന്നരുതെന്ന് മാത്രല്ല തൊടരുതെന്നും കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് ഹവ്വ പറയുമ്പോ മെനഞ്ഞുകെട്ടി ഒരു നുണ പറഞ്ഞു എന്നതിനേക്കാൾ സത്യത്തിൽ ആ വൃക്ഷഫലം പറിച്ചു തിന്നാൻ പോയിട്ട് തൊടാൻ പോലും ആ സാധു സഹോദരി ആഗ്രഹിച്ചിരുന്നില്ല. വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ആ കനി പറിച്ചു തിന്നാൻ പോയിട്ട് തൊടാൻ പോലും അവൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിലക്കപ്പെട്ട കനിയിലേക്ക് അവളുടെ കൈ നീണ്ടു? അവിടെ ആ പൗലോസിന്റെ ഭാഷ്യം പറയേണ്ടത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. എന്തായിരുന്നു ഉപായം? ഒരു ഉപായം ഇതാ: എന്തിനാ തിന്നരുതെന്ന് ദൈവം പറഞ്ഞെന്നറിയാമോ? തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. അത് ദൈവത്തിന് താല്പര്യമല്ല. അപ്പോഴാണ് അമ്മാമ ചിന്തിക്കാൻ തുടങ്ങിയത്, അത് പറ, എല്ലാ വൃക്ഷത്തിന്റെയും ഫലം തിന്ന, ഇതിന്റെ മാത്രം ഫലം തിന്നരുത് എന്ന് തമ്പുരാൻ പറഞ്ഞപ്പോ തൊട്ട് ഞാൻ വിചാരിക്കുന്നത്, എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ദൈവം അങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. വിലക്കപ്പെട്ട കനിയിലേക്ക് മനുഷ്യന്റെ കൈ നീളത്തക്ക നിലയിൽ പിശാച് കൊടുത്ത ഒന്നാമത്തെ ചതിപ്രയോഗം ഇതാണ്: നിങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ തെറ്റിദ്ധാരണ മനുഷ്യന്റെ അകത്ത് പിശാച് കൊടുത്തു. എന്നാൽ എന്റെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? മനുഷ്യന്റെ പ്രകൃതി ഞാൻ പറയാം, മനുഷ്യന്റെ പ്രവണത ഞാൻ പറയാം. മനുഷ്യന്റെ പ്രവണത താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ ചിന്ത ASI ആകണം, ASIയുടെ ചിന്ത SI ആകണം, SIയുടെ ചിന്ത സർക്കിൾ ആകണം, സർക്കിളിന്റെ ചിന്ത DYSP ആകണം, DYSPയുടെ ചിന്ത SP ആകണം. അങ്ങനെ ക്രമാനുഗതമായി DGP വരെ ആകണമെന്ന ചിന്ത അല്ലേ? അല്ല,
DGPക്ക് സാധാ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. സാധാ പോലീസ് ഉദ്യോഗത്തിൽ നിന്ന് ഒരു DGPയുടെ നിലവാരത്തിലേക്ക് ഉയരുക, അതാണ് ആ മാനുഷിക പ്രവണത. ഒന്നുകൂടെ പറഞ്ഞാൽ, താണ നിലയിൽ നിന്ന് ക്രമാനുഗതമായി ഉയർന്ന തലത്തിലേക്ക് പോകുക, അതാണ് മനുഷ്യന്റെ പ്രവണത. എന്നാൽ എൻ്റെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? മനുഷ്യ, പിശാച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ, നീ എന്നെ പോലാകുന്നത് എനിക്കിഷ്ടമല്ലെന്ന്. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയം നിന്റെ മുമ്പാകെ തുറന്നു വയ്ക്കാം. മനുഷ്യന് താണ നിലയിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് പോകാൻ ആഗ്രഹമെങ്കിൽ ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തിന്റെ ഉടയവൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവ്, സ്വർഗത്തെക്കാൾ വലിയവൻ, ഹല്ലേലൂയ, തേജസ്സിന്റെ കർത്താവ് നമ്മെ പോലെ വേഷത്തിൽ മനുഷ്യനായി ഈ മണ്ണിൽ വന്ന ദൈവകൃപയോർക്കുമ്പോൾ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. പോരാ, കരമുയർത്തി ആവേശത്തോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. എന്റെ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി മണ്ണിലേക്ക് വന്നത് ഈ തെറ്റിദ്ധാരണ മനുഷ്യനിൽ നിന്നും മാറ്റാൻ. നീ എന്നെ പോലാകുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പിശാച് നിനക്ക് തെറ്റായ ചിന്ത തന്നെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തുറന്നു കാണിക്കാം. നിന്നെ പോലെ ഞാനായിക്കൊണ്ട് നിന്നോടുള്ള എൻ്റെ കരുണ എന്താണെന്ന്, എൻ്റെ കൃപ എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുകയാണ്. ചിറ്റാർ ദേശമേ, ഇന്നേക്ക് 2018 വർഷങ്ങൾക്ക് പിറകിൽ സ്വർഗത്തെക്കാൾ വലിയവൻ വേഷത്തിൽ മനുഷ്യനായി മണ്ണിലേക്ക് ഇറങ്ങി വന്നത് നിന്നോടുള്ള എൻ്റെ ദൈവത്തിന്റെ അനർഗളമായ ദൈവകൃപയുടെ ഉന്നതമായ വെളിപ്പാടാണെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോൾ അതരം തുറന്നു സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടി ആവേശത്തോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ കർത്താവ് അങ്ങനെ വേഷത്തിൽ മനുഷ്യനായി വന്നതുകൊണ്ട് എന്താ എനിക്ക് കിട്ടിയ ഗുണം? റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സു വിചാരിച്ചാൽ, ആദരം തുറന്ന് ദൈവമക്കൾ ഒരുമിച്ചെന്ന് വിളിച്ചു പറയണം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സു വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. 2 തെസ്സലോനി 2:14, നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എന്തിനാ സുവിശേഷ യോഗം ക്രമീകരിക്കുന്നത്? എന്തിനാ ദൈവദാസന്മാര് വന്ന് സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുന്നത്? മഴ പെയ്യുന്നു എങ്കിലും ഇവിടെ പന്തലില്ലെങ്കിലും കുടയുടെ കീഴിൽ ഈ മൈക്രോഫോണിന് യാതൊരു ദോഷവും വരാതിരിക്കാൻ എനിക്ക് മഴ നനയുന്നത് വിഷയമല്ല. ഞാൻ ഈ കൊടയുടെ കീഴിൽ നിൽക്കുന്നത് ഈ മൈക്ക് നനയാതിരിക്കാനാ. എന്ന് രാത്രി മഴ പെയ്തിട്ടും കുടയുടെ കീഴിൽ നിന്ന് ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി പ്രകൃതി അനുകൂലമാണെങ്കിലും സാഹചര്യം പ്രതികൂലമാണെങ്കിലും ഞങ്ങൾക്കത് വിഷയമല്ല. എക്കാലഘട്ടത്തിലും മാനവവർഗത്തോട് ദൈവത്തിന് പറയാനൊരു സന്ദേശം. എന്തിനു സുവിശേഷം പ്രസംഗിക്കണം? എന്തിന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം? ഒറ്റ ലക്ഷ്യം, നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അറിഞ്ഞാതരം തുറന്ന് ആവേശത്തോടെ സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം മാത്രം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി നന്ദിയോടെ സ്തോത്രം പറയാം. 1 യോഹന്നാൻ 3:1 മുതൽ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകയാൽ നമ്മെയും അറിയുന്നില്ല. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അടുത്ത വാക്യം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അടിവരയിട്ട്
ഓർത്തോണം കേട്ടോ. അവനോട് സദൃശന്മാരാകും. ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അടുത്തത് അടിവരയിട്ടോ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവിൽ കാഹളനാദത്തിങ്കൽ പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ എനിക്കൊരു തേജസ് കിട്ടും. ഏതു തേജസ്? നഷ്ടപ്പെട്ട ആദാമ്യ തേജസ്സല്ല. പിന്നെ ഏതു തേജസ്? നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. എൻ്റെ കർത്താവിൻ്റെ തേജസ്സിനോട് എന്നെ അനുരൂപനാക്കാൻ തേജസ്സിന്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്നെ പോലെ മനുഷ്യനായി മണ്ണിൽ വന്ന ദൈവകരുണയുടെ ഉജ്ജ്വലമായ സന്ദേശമാണ് സുവിശേഷ പ്രസംഗം. അതരം തുറന്നു സ്തോത്രം പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. പോരാ, ആവേശത്തോടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. മഴയാണ്, മഴയുടെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു വാക്യം ഒന്ന് പറഞ്ഞ് തെളിയിക്കണ്ടേ, എന്നാലേ എനിക്ക് തൃപ്തി വരത്തുള്ളൂ. എടുത്തു എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് യുക്തം ആയിരുന്നു. സകലത്തിനും ലാക്കോ സകലത്തിനും കാരണഭൂതനുമായവൻ. ആരാ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ? പിതാവായ ദൈവത്തെ കുറിച്ച് പറയുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ. അനേകം പുത്രന്മാരെ. ആരാ അനേകം പുത്രന്മാർ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമാ ആ അനേകം പുത്രന്മാരെ. അടുത്തതൊന്ന് ആവേശത്തോടെ പറയാവോ? തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ, ആരെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അടുത്തത് പറയുന്നതിനു മുമ്പ് അല്പമെങ്കിലും മനസ്സിലായ ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ആധരം തുറന്ന് ഉച്ചത്തിലൊന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ പീലാത്തോസിന്റെ കൽത്തളത്തിലേക്കൊന്ന് വരണം കേട്ടോ. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് കാർക്കിച്ചു തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവ് ചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി യെരൂശലേം തെരുവീഥിയിലൂടെ വീണ്ടും എണീറ്റും വീണ്ടും രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴ്ത്തി എൻ്റെ രക്ഷിതാവ് നടന്നു നീങ്ങുന്നു. തലയോടിടമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ എൻ്റെ രക്ഷിതാവിനെ ക്രൂശിന്മേൽ കിടത്തി. ഇന്ന് രാത്രി നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചെന്ന് നോക്കാമോ? തേജസ്സിന്റെ കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വഴി പോകുന്നവരെല്ലാം ഭീകരമായ ആ രൂപത്തെ കണ്ട് അറച്ചിട്ടും ഭയപ്പെട്ടിട്ടും മുഖത്ത് നോക്കാൻ കഴിയാതെ മുഖം മറച്ചുകൊണ്ട്, മുഖം തിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ കണ്ടോ? കണ്ടാൽ ആളല്ലോ എന്ന് തോന്നുമാറ് ക്രൂശിൽ അതിവിരൂപനായി തകർക്കപ്പെട്ട് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ചിറ്റാർ ദേശമേ ഇന്ന് രാത്രി നിങ്ങൾ കണ്ടോ? ആ നസ്രയനായ യേശുവിനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. തേജസ്സിന്റെ കർത്താവ്, ഓ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരു മനുഷ്യനാണെന്ന് പോലും തോന്നാത്ത നിലയിൽ അതിവിരൂപനായി ക്രൂശിൽ കിടക്കാൻ എന്താ കാരണമെന്നറിയാമോ? അനേകം പുത്രന്മാരെ ഇന്ന് രാത്രി സ്തോത്രം പറയാമോ? എന്നെയും നിങ്ങളെയും അവന്റെ തേജസ്സിലേക്ക് നടത്താൻ
തേജസ്സിന്റെ കർത്താവ് നമുക്ക് വേണ്ടി വിരൂപനായ ദൈവകൃപയോർത്ത് ആദരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം ആ കരമടിച്ച് ഒരു മിനിറ്റ് ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കട്ടെ. എത്രപേർക്ക് സങ്കടം മറന്ന് യേശുവിന് നന്ദി എന്ന് പറയാൻ ഇന്ന് രാത്രി അകത്ത് നിയോഗമുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അല്പം കൂടുന്ന ഗഹനമായ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ തേജസ്സിന്റെ കർത്താവിനെ നമ്മെപ്പോലെ ഈ മണ്ണിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ പിതാവായ ദൈവം തകർത്തു കളഞ്ഞു. അതല്പം കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ? നമുക്കെടുക്കാം റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ആ വാക്യം അല്പമെങ്കിലും മനസ്സിലായ ദൈവമക്കൾ ആ കരമുയർത്തി ഒന്നുകൊണ്ടു സ്തോത്രം ചെയ്താട്ടെ. പോരാ, ശബ്ദമുയർത്തി സന്തോഷത്തോടെ ഈ രാത്രി സ്തോത്രം ചെയ്യുക. ആ വാക്യം എങ്ങനെ വായിക്കേണ്ടെന്ന് ഞാൻ പറയാം. അവൻ ആര്? പിതാവായ ദൈവം തൻ്റെ പുത്രൻ ആര്? കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ആദ്യജാതനാകേണ്ടുന്നതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അതിനെ അല്പം കൂടെ ഞാനൊന്ന് വ്യക്തമാക്കാം മാന്യ ശ്രോതാക്കൾക്ക്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് 2 നിർണയം. ഏതൊക്കെയാ നിർണയം? ഒന്ന് തൻ്റെ പുത്രനെ കുറിച്ചുള്ള നിർണയം, 2 നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം. എന്താ തൻ്റെ പുത്രനെ കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ നിർണയം? ആ നിർണയം ഇതാണ്: തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകണം. എന്താ പദം? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദൈവത്തിന് ഒറ്റ പുത്രനേ ഉള്ളൂ. ആ ഒറ്റ പുത്രന്റെ പേര് ഏകജാതൻ എന്നാണ്. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പൊ ദൈവത്തിന് ഏകജാതനായ പുത്രൻ. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന്റെ മടിയിലിരുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ ഏകജാതനാണ്. ഏകജാതനെ കുറിച്ചുള്ള ദൈവിക നിർണയം ഇതാണ്: ഏകജാതൻ ആദ്യജാതനാകണം. യുക്തിപരമായി നിങ്ങൾ ചിന്തിച്ച്, ഒറ്റപുത്രൻ എങ്ങനാ മൂത്ത മകനാകുന്നേ? ഏകജാതൻ എങ്ങനാ ആദ്യജാതനാകുന്നേ? ഏകജാതൻ ആദ്യജാതനാകില്ല, ഒറ്റപുത്രൻ മൂത്ത പുത്രനാകില്ല. അങ്ങനാണെങ്കിൽ ഏകജാതൻ ആദ്യജാതനായി മാറണമെങ്കിൽ അവൻ അനേകം സഹോദരന്മാര് വേണം. തൻ്റെ പുത്രനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം അവൻ ആദ്യജാതനാകണം. അതുകൊണ്ട് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം അറിയാമോ? ദൈവ കുടുംബത്തിൽ യേശു ആദ്യജാതനും നാം അവനോടൊരുമിച്ച് ആ ദൈവ കുടുംബത്തിൽ അവന്റെ സഹോദരന്മാർ എന്ന നിലയിൽ നിത്യത മുഴുവൻ ചിലവഴിക്കുന്ന ഒരു നിത്യതയുടെ സംവിധാനമാണ് ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ തലയ്ക്കു മുകളിൽ ഒരുക്കി വച്ചിരിക്കുന്നതെന്നോർത്ത് ആധാരം തുറന്ന് ഇന്ന് രാത്രി ആവേശത്തോടെ സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. പോരാ, കരമുയർത്തി ആവേശത്തോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം പറയത്തക്ക നിലയിൽ ധാരാളം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്നാൽ വിസ്താര സമയം കൊണ്ട്, ആ വിസ്താര ഭയം കൊണ്ട്, സമയം അതിവേഗം പോകുന്നത് കൊണ്ട് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാതെ ഇന്ന് രാത്രി ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ അതിനു മുമ്പ് ഞാൻ പറയാം കേട്ടോ, നിത്യതയിൽ നമ്മൾ എങ്ങനെ ചെല്ലുക? നിത്യതയിലെ നമ്മുടെ സ്ഥിതി എന്താ? യേശു ക്രിസ്തുവിനോട് കൂടെ എല്ലാ
എല്ലാവരും ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറയണം. യേശു ക്രിസ്തുവിനോട് കൂടെ നമുക്ക് കൂട്ടവകാശം ദൈവം തന്നിരിക്കുക. എത്ര പേർക്ക് മതിമറന്ന് രാത്രി ആധരം തുറന്ന് കണ്ണു നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും? പോരാ, അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ സ്തോത്രം പറയാം. അതിന്റെ ആഴം, ആ വാക്യത്തിന്റെ കൂട്ടവകാശം എന്ന വാക്യത്തിന്റെ ആഴം നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. അതിന്റെ ആഴം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാനും പ്രിയ ടിജു ചാക്കോ പാസ്റ്ററും കൂടെ ചിറ്റാറിൽ 1 കോടി രൂപയ്ക്ക് 2 ഏക്കർ റബ്ബർ തോട്ടം കൂട്ടവകാശമായി വാങ്ങിച്ചു. ഇതുവരെ സ്തോത്രം പറഞ്ഞവരെല്ലാം ദേഷ്യപ്പെട്ട് നോക്കുക. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. ഞാനും ടിജു ചാക്കോ പാസ്റ്ററും കൂടെ 2 ഏക്കർ റബ്ബർ തോട്ടം കൂട്ടവകാശമായി ഇവിടെ വാങ്ങിച്ചെന്നങ്ങ് സങ്കല്പിക്കുക. കൂട്ടവകാശമായി 1 കോടി രൂപയ്ക്ക് ഞങ്ങൾ 2 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങി. ഇപ്പൊ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1 ഏക്കർ എന്റേതാണ്, 1 ഏക്കർ അദ്ദേഹത്തിൻ്റെതുമാണ്. 1 ഏക്കർ അദ്ദേഹത്തിൻ്റെതും 1 ഏക്കർ എന്റേതുമാകുമെങ്കിൽ അത് കൂട്ടവകാശമാകില്ല, അത് തുല്യ വീതം വെപ്പയാകത്തുള്ളൂ. ഒന്നുകൂടെ പറയാം, അത് കൂട്ടവകാശമല്ല, അത് തുല്യ വീതം വെപ്പാണ്. എന്നാൽ കൂട്ടവകാശം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ 2 ഏക്കറും എന്റേതാണ്. ആ 2 ഏക്കറും എന്റേതായിരിക്കുമ്പോൾ തന്നെ ആ 2 ഏക്കറും അദ്ദേഹത്തിൻ്റെതാണ്. ആ 2 ഏക്കറും അദ്ദേഹത്തിൻ്റെതാണ്. ആ 2 ഏക്കറും അദ്ദേഹത്തിൻ്റെതായിരിക്കുമ്പോൾ തന്നെ ആ 2 ഏക്കറും എന്റേതും കൂടാണ്. അതിന് പറയുന്ന പേരാണ് കൂട്ടവകാശമെങ്കിൽ യേശു ക്രിസ്തുവിനോടുകൂടെ എന്നെ കൂട്ടവകാശിയാക്കി എന്ന് പറഞ്ഞാൽ വെളിപ്പെടുവാനുള്ള നിത്യതയിൽ എൻ്റെ പൊന്നു കർത്താവിൻ്റെ വരവിൽ ഞാൻ അവനോടുകൂടെ നിത്യതയിലെത്തുമ്പോൾ അവൻ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ മുഴുവൻ അവകാശം എനിക്കും കൂടെ കൈമാറാനുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് തേജസ്സിന്റെ കർത്താവിനെ എനിക്ക് വേണ്ടി ക്രൂശിൽ പിതാവായ ദൈവം തകർത്ത് ഇത്ര വലിയ രക്ഷ എന്റെ ദൈവം ഒരുക്കിയതെന്ന് ഓർക്കുമ്പോ ആ തരം തുറന്ന ആവേശത്തോടെ അല്ലാതെ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? മനസ്സിലായ ദൈവമക്കൾ മാത്രം ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. എൻ്റെ സഹോദരങ്ങളെ, ഇവിടുത്തെ മണ്ണിനു വേണ്ടിയോ, ഇവിടുത്തെ കാറിനു വേണ്ടിയോ, ഇവിടുത്തെ വീടിനു വേണ്ടിയോ, ഇവിടുത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ, ഇവിടുത്തെ അധികാരങ്ങൾക്ക് വേണ്ടിയോ, ഇവിടുത്തെ പേരിനു വേണ്ടിയോ, ഇവിടുത്തെ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല നാം ഈ മാർഗത്തിലേക്ക് വന്നത്. അതൊക്കെ ദൈവം തരും. അത് ദൈവിക നീതിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ ദൈവകൃപയിലേക്ക് വന്ന ഒരു ദൈവ പൈതലിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടുത്തെ ല്ല. ചാകാൻ നേരം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മയല്ല. ഈ കൃപയിൽ നിലനിൽക്കാനും ഈ കർത്താവിനെ ആരാധിക്കാനും ഈ യേശുവിനെ വിശ്വസ്തയോടെ സേവിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തി അതിനപ്പുറത്ത് എൻ്റെ സങ്കല്പത്തിൽ പോലും എനിക്ക് പിടികിട്ടാത്ത മഹത്തായ നിത്യത എൻ്റെ തലയ്ക്കു മുകളിൽ ഉണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവിനെ ഞാൻ സേവിക്കുന്നതെന്ന് ഇന്ന് രാത്രി കൃപയാൽ തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയ അഭിഷക്തന്മാരുടെ കരം, ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കരട്ടെ. കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്ക. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്ക. ചുറ്റാറിലുള്ള എൻ്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. മഴ ചാറിയിട്ടും പന്തലില്ലാതിരുന്നിട്ടും മഴ നനഞ്ഞ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കാൻ ഇവിടെ ഇരുന്നത് ദൈവം മറക്കുമോ? ദൈവം അനീതിയുള്ള ദൈവമാണോ? എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. എല്ലാം നമുക്ക് അനുകൂലമായിരുന്നാലും വെളിപ്പെടാത്ത ദൈവപ്രവൃത്തി എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ അവിടെയും ചെയ്യാൻ ഇന്ന് രാത്രി വിശ്വസ്തനായൊരു ദൈവമാണ് നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ പൊന്നു കർത്താവെന്നോർത്ത് ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതി
ചോദിക്കുന്നു. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ലോകസ്ഥാപനത്തിനു മുമ്പ് എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. എന്തുകൊണ്ട്? തേജസ്സിന്റെ കർത്താവ് തന്റെ തേജസ് വേണ്ടെന്ന് വെച്ച്, തന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. അതിന്റെ മറുപടി എബ്രായർ 2:10 നാം വായിച്ചു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നാം നിത്യതയിൽ എത്തുമ്പോൾ, നമ്മുടെ കർത്താവിന്റെ അടുക്കൽ എത്തുമ്പോൾ, അവന്റെ തേജസ്സോടും അവന്റെ സകല മഹത്വത്തോടും അനുരൂപരാകാൻ പോകുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ആദരം തുറന്നു ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടുന്നതിന് നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപ മറന്നു കളയരുത്. വരുവാനുള്ള നിത്യതയിൽ തന്റെ സകല അവകാശത്തോടും എന്നെ കൂട്ടവകാശിയാക്കാൻ, തന്റെ തേജസ്സിലേക്ക് എന്നെ നടത്താൻ, എനിക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ഈ മണ്ണിൽ വന്ന് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എല്ലാവരും മുഖം മറയ്ക്കത്തക്ക നിലയിൽ യേശു എനിക്ക് പകരം എനിക്ക് വേണ്ടി മരിച്ച് ഇത്ര വലിയ രക്ഷ തന്നതോർത്താൽ, എനിക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കപ്പെട്ട തേജസ്സിന്റെ കനമോർത്താൽ ആദരം പൂട്ടിയിരിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി മൗനമായിരിക്കാൻ പറ്റുമോ? അത് മനസ്സിലായ ദൈവമക്കൾ മാത്രം ആ കരമടിച്ച് 1 മിനിറ്റ് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക. എല്ലാ കരങ്ങളും അടിക്കട്ടെ, എല്ലാ കരങ്ങളും ചലിക്കട്ടെ. 2 മിനിറ്റ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു വ്യാപാരം ഇതിനകത്തുണ്ടാകട്ടെ. ഈ ഗ്രൗണ്ടിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. നിരാശ മാറട്ടെ, ടെൻഷൻ മാറട്ടെ, വേദന മാറട്ടെ, ആകുലത മാറട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ദൈവാത്മാവ് അയക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ആത്മീക പിന്മാറ്റത്തിൽ കഴിയുന്നവർ നിത്യതയുടെ ദർശനം അകത്ത് വീണ് പുതിയ സമർപ്പണത്തോടെ മുൻപോട്ട് വരട്ടെ. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിക്കാത്ത, നിത്യതയുടെ വെളിപ്പാട് പ്രാപിക്കാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തെ നിത്യതയുടെ വിത്ത് അവരുടെ ഹൃദയത്തിനകത്ത് കൈമാറി ദൈവകൃപയിലേക്ക് അവരെ നയിക്കട്ടെ. അഭിഷക്തന്മാർ ഒരുമിച്ച്, ദൈവമക്കൾ ഒരുമിച്ച് പോരാ. കരമടിച്ചാധരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. വീശിയടിക്കുന്ന കാറ്റുപോലെ, പാഞ്ഞൊഴുകുന്ന നദി പോലെ, ആളിക്കത്തുന്ന തീ പോലെ ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ആ കരമടിച്ച് ആധാരം തുടർന്നു ദൈവത്തിന് സ്തോത്രം പറയുക. സമയം പോയതുകൊണ്ടും കാലാവസ്ഥയുടെ പ്രാതികൂല്യം കൊണ്ടും ഇന്ന് രാത്രി പാട്ടിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ അഭിഷക്തന്മാരും എല്ലാ ദൈവമക്കളും കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിത്യതയുടെ വെളിപ്പാടകത്ത് ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയാ. ദേശത്തെ അടക്കി ഭരിക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ഈ തടസ്സങ്ങളുടെ മേൽ ദൈവത്തിന്റെ അധികാരം വെളിപ്പെട്ട് ദൈവപ്രവൃത്തി ദേശത്ത് നടന്നു കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യത്തക്ക നിലയിൽ ദൈവകൃപയുടെ ചലനം നമ്മുടെ നടുവിൽ ഉണ്ടാകേണ്ടതിന് ആദരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മാന്യ സഹോദര, എന്റെ മാന്യ സഹോദരി, സുവിശേഷം എന്താണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ അറിയണം. യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ മനുഷ്യനായി തൻ്റെ മഹത്വവും തേജസ്സും വേണ്ടെന്നു വെച്ച് മണ്ണിൽ നമ്മെപ്പോലെ വന്നത്, ക്രൂശിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത് നമ്മെ തൻ്റെ തേജസ്സിലേക്ക് നടത്താനാണ്.
ആദരം തുറന്ന് ദൈവമക്കൾ ഒരുമിച്ചൊന്ന് വിളിച്ചു പറയണം, പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ എനിക്ക് കിട്ടുന്നത് നഷ്ടപ്പെട്ട ആദാമ്യ തേജസ്സല്ല. എൻ്റെ കർത്താവ് എങ്ങനെ ഇരിക്കുന്നു, നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ആ പ്രത്യാശയുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കനത്ത കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ മാന്യമിത്രമേ, ഇത്ര നാൾ ജീവിച്ചിരുന്നില്ലേ? ഇനി എത്ര നാൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ആർക്കറിയാം? ദൈവത്തിന് മാത്രം അറിയാം. ഒരു നിത്യത നമ്മുടെ തലയ്ക്ക് മുകളിലില്ലേ? നിന്റെ ബുദ്ധിക്കും യുക്തിക്കും മനസ്സിലാകാത്ത ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത് ഈ മണ്ണിലെ കാര്യങ്ങളല്ല, നിത്യതയാണ്, നിത്യതയാണ്. അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? അതെൻ്റെ നിത്യതയാണ്. ആ നിത്യതയല്ലേ നമുക്ക് വലുത്. എത്ര പേര് ഇന്ന് രാത്രി പറയും, ദൈവമേ എനിക്കെൻ്റെ നിത്യത മറന്നൊരു ജീവിതം ഈ മണ്ണിൽ വേണ്ട. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ എനിക്ക് അഭക്തനാകണ്ട. എനിക്കെൻ്റെ നിത്യതയാണ് വലുത്. നിത്യതയ്ക്കായി ഇന്ന് രാത്രി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാൻ മനസ്സുള്ള എല്ലാവരും ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക.